ക്രിസ്തുവിൽ പ്രിയരെ, ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്നോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്നതോ പ്രശ്നമല്ല. ഈ ശക്തമായ പ്രാർത്ഥന അതിരാവിലെ 3 മണിക്ക് ഉണർന്ന് വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി പറയുക. നിങ്ങളിത് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സവിശേഷവും അഗാധവുമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ 3 മണിക്ക് ഉണരുമ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞ് അന്നത്തെ ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആരോഗ്യത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും സർവശക്തന്റെ ശ്രദ്ധയുള്ള കണ്ണുകൾക്ക് കീഴിൽ സുരക്ഷിതമാക്കുവാൻ ഈ സമയം ദിവ്യ സംരക്ഷണം തേടാൻ ഉപയോഗിക്കുക. ഈ പ്രാർത്ഥനാ സമയം ഒരു കോട്ടയാണ്. ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും നമ്മെ കാക്കുന്ന ഒരു പരിചയാണ്. നമ്മൾ പോരാടുന്നത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ആയതിനാൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക. ഈ വിശുദ്ധ സമയത്തുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ശക്തിക്കും തുളച്ചു കയറാൻ കഴിയാത്ത ഒരു സംരക്ഷണ വേലി തീർക്കുമെന്ന് അറിയുക. ഈ വിശുദ്ധ സമയത്തുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ശക്തിക്കും തുളച്ചു കയറാൻ കഴിയാത്ത വിധം ഒരു സംരക്ഷണ വേലി തീർക്കുവാൻ സാധിക്കുമെന്ന് അറിയുക. ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. സർവവ്യാപിയും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ദിവ്യ സംരക്ഷണവും വിടുതലും തേടി വിനയവും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നു. അങ്ങ് എൻ്റെ സങ്കേതവും കഷ്ടകാലങ്ങളിലെ എൻ്റെ കോട്ടയുമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെയും തകർക്കുവാനും എല്ലാ തിന്മകളെയും തോൽപ്പിക്കുവാനും എല്ലാ അന്ധകാരത്തെയും കീഴടക്കുവാനും അങ്ങേക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ അധികാരത്തിലും ക്രൂശിൽ ക്രിസ്തു നേടിയ വിജയത്തിലും ഞാൻ നിലകൊള്ളുന്നു. കൃപയുള്ള പിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ ദിവ്യ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. എന്നെ ദീർഘകാലമായി ബന്ധനത്തിൽ നിർത്തിയിരിക്കുന്ന ചങ്ങലകളെ തകർത്ത് അങ്ങയുടെ സംരക്ഷണത്തിനായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുശക്തികളോടും എല്ലാ ശാപങ്ങളോടും എല്ലാ മന്ത്രങ്ങളോടും എല്ലാ അന്ധകാര ശക്തികളോടും എൻ്റെ ജീവിതത്തിൽ നിന്നും തകർന്ന് ശക്തിയില്ലാത്തവരായി മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലൂടെ പകർന്നു കിട്ടിയ എല്ലാ തലമുറകളുടെ ശാപങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഭൂതകാലത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ നെഗറ്റീവ് രീതികളും എല്ലാ അടിമത്തത്തിൻ്റെ ചക്രങ്ങളെയും അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ പൂർണ്ണത അനുഭവിക്കുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെയും ഞാൻ തകർക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്നും സ്വാതന്ത്ര്യത്തിലും വിജയത്തിലും നടക്കുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാവുന്ന എൻ്റെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും ഞാൻ പൂർണ്ണമായും വിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു പിതാവേ. അവിടുത്തെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ കഴുകി ശുദ്ധീകരിക്കണമേ നാഥ. അങ്ങേക്ക് ഹിതകരമല്ലാത്ത ബന്ധനങ്ങളിലേക്കോ അനാരോഗ്യകരമായ സ്വാധീനങ്ങളിലേക്കോ എന്നെ ബന്ധിപ്പിച്ച എല്ലാ ആത്മബന്ധങ്ങളെയും അനാരോഗ്യമായ അടുപ്പങ്ങളെയും ഞാൻ തകർക്കുന്നു. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനും അനുരഞ്ജിപ്പിക്കുവാനും പൂർണ്ണതയും ഐക്യവും വരുത്തുവാനും അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനത്തിനായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, എൻ്റെ മനസ്സിനും ചിന്തകൾക്കും വികാരങ്ങൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ടോർമെൻറ്റഡ് ചെയ്യുന്ന എല്ലാ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും വിഷാദത്തിൻ്റെയും ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട് എന്നും
സകല മനസ്സിലാക്കലിനും അപ്പുറമുള്ള അങ്ങയുടെ സമാധാനത്തിൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു എന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ സത്യവുമായി പൊരുത്തപ്പെടാത്ത എല്ലാ ചിന്തകളെയും ഞാൻ പിടിച്ചെടുക്കുകയും അവയ്ക്ക് പകരം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ചിന്തകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഭൗതിക ശരീരത്തിന്മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും അതിനെ അങ്ങേക്ക് വിശുദ്ധവും പ്രീതികരവുമായ ഒരു ജീവനുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ആരോഗ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ച എല്ലാ രോഗങ്ങളെയും, എല്ലാ വ്യാധികളെയും, എല്ലാ ബലഹീനതകളെയും ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ മുറിവുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും കലകളിലേക്കും അവയവങ്ങളിലേക്കും ഞാൻ ജീവനും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യദായക ശക്തി എന്നിലൂടെ ഒഴുകി എന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ചൈതന്യത്തിലേക്കും പുനഃസ്ഥാപിക്കുവാൻ ഞാൻ അനുവദിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അങ്ങയുടെ ദിവ്യമായ കരുതലിനും സമൃദ്ധിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്നെ കരുതുന്നവനാണ് എന്നും അങ്ങയുടെ മഹത്വത്തിലുള്ള സമ്പന്നത അനുസരിച്ച് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റുന്നു എന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും കുറവിൻ്റെയും ആത്മാവിനെ ഞാൻ ശാസിക്കുകയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആത്മാവിനെ ഞാൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഞാനൊരു അനുഗ്രഹമായിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങയുടെ രാജ്യത്തേക്ക് ഞാൻ ഉദാരമായി വിതയ്ക്കുന്നു. ഞാൻ അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ ഒരു ചാനലാണെന്നും എൻ്റെ സമൃദ്ധി മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ എന്നിലൂടെ ഒഴുകുന്നു എന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അങ്ങയുടെ ദിവ്യമായ ജ്ഞാനത്തിനും വിവേചനത്തിനും വേണ്ടി ആകട്ടെ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ. അതുവഴി ഞാൻ നീതിയുടെ പാതകളിൽ നടക്കുവാനിടയാകും. വഞ്ചനയിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും എല്ലാ സത്യത്തിലേക്കും എന്നെ നയിക്കുകയും ചെയ്യണമേ. ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത നൽകി എൻ്റെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണമേ. ശത്രുവിൻ്റെ മറഞ്ഞിരിക്കുന്ന കെണികളെയും കുടുക്കുകളെയും കാണുവാൻ എൻ്റെ ആത്മീയ കണ്ണുകളെ അങ്ങ് തുറന്നു നൽകണമേ. ശത്രുവിൻ്റെ കുടുക്കുകൾ ഒഴിവാക്കുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, എൻ്റെ ബന്ധങ്ങൾക്കും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്നും, ചതിക്കുന്ന വ്യക്തികളിൽ നിന്നും, എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ വിശ്വാസ യാത്രയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവീക സൗഹൃദങ്ങൾ, ഉപദേശകർ, കൗൺസിലർമാർ എന്നിവരാൽ എന്നെ സംരക്ഷിക്കണമേ. വ്യത്യസ്ത വ്യക്തിത്വങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ എനിക്ക് വിവേചനം നൽകണമേ. എല്ലായ്പ്പോഴും സ്നേഹവും കൃപയും ക്ഷമയും പകരുകയും ചെയ്യണമേ. പിതാവെ, എൻ്റെ ആത്മീയ യാത്രയ്ക്കും വളർച്ചയ്ക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ആക്രമങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലാക്കലുകൾ അങ്ങ് വർദ്ധിപ്പിച്ചു തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പുതിയതായി നിറയ്ക്കണമേ. അങ്ങയുടെ സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. അങ്ങേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രമായിരിക്കട്ടെ. എൻ്റെ സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, വിധിയോഗം എന്നിവയ്ക്കുമേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പദ്ധതികളും ആഗ്രഹങ്ങളും അങ്ങയുടെ തികഞ്ഞ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ചുവടുകളെ നയിക്കണമേ. എൻ്റെ വഴികൾക്ക് ദിശാബോധം നൽകണമേ. എൻ്റെ ജീവിതത്തിലുള്ള അങ്ങയുടെ ഉദ്ദേശവുമായി യോജിക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ എനിക്ക് മുമ്പിൽ അങ്ങ് തുറന്നു നൽകണമേ. ശ്രദ്ധ തിരിക്കലുകൾ, നിരുത്സാഹം, സംശയം എന്നിവയിൽ നിന്നും എന്നെ അങ്ങ് പൂർണ്ണമായും സംരക്ഷിച്ചു കൊള്ളണമേ. മുന്നോട്ടുള്ള വഴി അനിശ്ചിതമായി തോന്നുമ്പോഴും വിശ്വാസത്തിലും ആശ്രയത്തിലും നടക്കുവാൻ എന്നെ സഹായിക്കണമേ. കൃപയുള്ള ദൈവമേ, എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്കും വിഭവങ്ങൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കരുതലിൻ്റെയും ഉറവിടം
ദൈവം അങ്ങാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് മേലും അങ്ങയുടെ സമർത്ഥമായ കരുതൽ ഉണ്ടായിരിക്കണമേ നാഥ. യേശുവിൻ്റെ നാമത്തിൽ കുറവിൻ്റെയും സാമ്പത്തിക അടിമത്വത്തിൻ്റെയും ആത്മാവിനെ ഞാൻ ശാസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് പകരുകയും ചെയ്യുന്നു. എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് ജ്ഞാനവും വിവേചനവും നൽകണമേ. അതുവഴി അങ്ങ് എനിക്ക് നൽകിയ വിഭവങ്ങളുടെ നല്ല കാര്യസ്ഥനായി ഇരിക്കുവാൻ എന്നെ അങ്ങ് ഇടയാക്കണമേ. കർത്താവെ, എൻ്റെ ഉദ്ദേശത്തിനും വിളിക്കുമേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രദ്ധ തിരിക്കലുകൾ, നിരുത്സാഹം, ശത്രുവിൻ്റെ ആക്രമണങ്ങൾ എന്നിവയിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വച്ചിട്ടുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും പിന്തുടരാൻ എനിക്ക് ധൈര്യവും സ്ഥിരതയും സഹിഷ്ണുതയും നൽകണമേ. താരതമ്യം, ആത്മവിശ്വാസമില്ലായ്മ, പരാജയഭീതി എന്നിവയിൽ നിന്നും എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ വിളിയുടെ പൂർണ്ണതയിൽ നടക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. അങ്ങയുടെ രാജ്യത്തിനായി ഒരു വലിയ സ്വാധീനം ചെലുത്തുവാൻ എന്നെ സഹായിക്കണമേ. പിതാവേ, എൻ്റെ ആത്മീയ പടച്ചട്ടയ്ക്ക് മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ അരപ്പട്ട, നീതിയുടെ കവചം, സമാധാനത്തിൻ്റെ പാദരക്ഷ, വിശ്വാസത്തിൻ്റെ പരിച, രക്ഷയുടെ ശിരസ്, ആത്മാവിൻ്റെ വാൾ എന്നിവയാൽ എന്നെ അണിയിക്കണമേ. ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ പ്രലോഭനങ്ങളും ചെറുക്കുവാനും അങ്ങയുടെ വചനത്തോട് അനുസരണയോടെ നടക്കുവാനും എന്നെ സഹായിക്കണമേ. ആത്മീയ യുദ്ധത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും എന്നെ കാക്കുവാനും പ്രതിരോധിക്കുവാനും അങ്ങയുടെ ദൂതന്മാരുടെ സൈന്യത്തെ എനിക്ക് ചുറ്റും നിർത്തുകയും ചെയ്യണമേ. എൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ജീവനും പ്രോത്സാഹനവും ആത്മീയ വർധനവും സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരദൂഷണത്തിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും ദോഷകരമായ വാക്കുകളിൽ നിന്നും എൻ്റെ നാവിനെ കാത്തുകൊള്ളണമേ. എൻ്റെ വാക്കുകൾ കൃപ നിറഞ്ഞതും ഉപ്പ് ചേർത്തതുമായിരിക്കട്ടെ. അത് ചുറ്റുമുള്ളവർക്ക് സൗഖ്യവും പ്രത്യാശയും നൽകുമാറാകട്ടെ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സമഗ്രതയോടെ നടക്കുവാനും അങ്ങയുടെ സ്നേഹവും സത്യവും പ്രതിഫലിപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ. ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. കർത്താവെ, എൻ്റെ യാത്രയ്ക്കും സഞ്ചാരങ്ങൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പോക്കുവരവുകളിലും എന്നെ സുരക്ഷിതമായി അങ്ങ് നയിച്ചു കൊള്ളണമേ. അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപ്രതീക്ഷിത അപകടങ്ങളിൽ നിന്നും അങ്ങനെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞുകൊള്ളണമേ. അങ്ങയുടെ ഉള്ളങ്കയിലെ വസ്തു പോലെ അങ്ങനെ സംരക്ഷിക്കണമേ. എൻ്റെ ചുവടുകൾ അങ്ങ് ക്രമീകരിക്കണമേ. വിവേകപൂർണമായ തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും എടുക്കുവാൻ എനിക്ക് വിവേചനം നൽകണമേ. എൻ്റെ മനസ്സ്, ചിന്തകൾ, ഭാവനകൾ എന്നിവയ്ക്ക് മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ നുണകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും എന്നെ കാക്കണമേ. അങ്ങയുടെ സത്യം കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കണമേ. അകത്തുനിന്ന് എന്നെ പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. നെഗറ്റീവ് ചിന്താരീതികളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. സത്യമായതും ഉത്തമമായതും നീതിയുള്ളതും നിർമ്മലമായതും സ്നേഹമുള്ളതും നല്ല കീർത്തിയുള്ളതുമായ കാര്യങ്ങളിൽ എൻ്റെ ചിന്തകൾ ഉറപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. പിതാവേ, എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരുത്സാഹത്തിൽ നിന്നും കാലതാമസത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ പ്രീതിയാൽ എന്നെ ചുറ്റിപ്പറ്റണമേ. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വാതിലുകൾ തുറന്ന് ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. അവയെ ഉത്സാഹത്തോടും സ്ഥിരതയോടും കൂടി പിന്തുടരുവാൻ എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകണമേ. എൻ്റെ ആത്മീയ ജീവിതത്തിനു മേലുള്ള അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ അന്ധതയിൽ നിന്നും കേൾവിക്കുറവിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ സാന്നിധ്യവും ശബ്ദവും വഴികാട്ടലും തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണുകളും ചെവികളും തുറക്കണമേ. അങ്ങയുമായുള്ള എൻ്റെ അടുപ്പത്തിന് തടസ്സമുണ്ടാക്കുന്ന ശ്രദ്ധ തിരിക്കലുകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും എന്നെ സംരക്ഷിച്ചു കൊള്ളണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ വസിച്ചും അങ്ങയുടെ ആത്മാവിനനുസരിച്ച് നടന്നുകൊണ്ടും അങ്ങയുമായി ഒരു ആഴമായ ബന്ധം വളർത്തുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും മേലുള്ള
അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരെ കാത്തുകൊള്ളണമേ. ദോഷം, അപകടം, ദുഷിച്ച സ്വാധീനങ്ങൾ എന്നിവയിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി അങ്ങയുടെ ദൂതന്മാരാൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. അവർക്ക് അങ്ങയുടെ സമാധാനവും സന്തോഷവും നൽകണമേ. ശക്തനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അങ്ങയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എൻ്റെ ശക്തമായ ഗോപുരവും എൻ്റെ പരിചയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെതിരെ രൂപപ്പെടുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുക്രിസ്തുവിൽ എനിക്കുള്ള അധികാരത്തിലും വിജയത്തിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശക്തനും ശക്തിയേറിയവനുമായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും.